മിസ്റ്റർ മാർലോ, ഹോ, ഒന്നിങ്ങി വരൂ. എന്താണ് ഈ കാണുന്നത്? എന്താണ് ഫാദർ? എന്താണ് അവിടെ? അതാ, ആരാണത് ആ കല്ലറകൾക്കിടയിൽ? നോക്കൂ, അത് കണ്ടിട്ട് മരിച്ച സാറയെ പോലെ ഉണ്ടല്ലോ. ഫാദർ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇപ്പോഴെന്ത് പറയുന്നു? അത് സാറയാണെന്ന് എനിക്ക് ഉറപ്പില്ല. മഴയും ഇരുട്ടുമല്ലേ. ഫാദർ, താങ്കൾക്ക് ധൈര്യമുണ്ടോ? നമുക്ക് അവിടം വരെ പോകാം. ഓഫീസർ, ഈ നശിച്ച രാത്രിയിൽ അവിടെ പോകുന്നത് എന്തായാലും ശരിയല്ല. നമുക്ക് രാവിലെ അവിടെ ചെന്ന് പരിശോധിക്കാം. ഫാദർ, അത് പൈശാചിക ശക്തികളല്ലെങ്കിൽ താങ്കൾ എന്തിനു ഭയക്കുന്നു? മാർലോ, നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കരുത്. ദൈവത്തെ ഓർത്ത് ഈ രാത്രിയിൽ നമ്മൾ പുറത്തിറങ്ങരുത്. ശരി, പക്ഷെ രാവിലെ ആ കല്ലറ തുറക്കാമെന്ന് എനിക്ക് ഉറപ്പ് തരൂ. ശരി, രാവിലെ നമുക്ക് കല്ലറ തുറക്കാം. ഇടിമിന്നലുകൾ പുളഞ്ഞു വീണു. ഫാദർ വീണ്ടും പുറത്തേക്ക് നോക്കി. സാറ എവിടെ? കണ്ടില്ലേ, ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് മറിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും അവിടെയില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവൾ രാത്രി പുറത്തിറങ്ങി നടക്കുന്നു, എന്നിട്ട് വീണ്ടും കല്ലറയിലേക്ക് മടങ്ങുന്നു. ഇല്ല, ഇതൊന്നും സംഭവിക്കില്ല. ഫാദർ, ഈ രാത്രിയിൽ ഇനി നമുക്ക് ഉറങ്ങാനാവില്ല. പുലരാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം അപ്പോഴറിയാം. ദൈവമേ, രക്ഷിക്കണേ. എങ്ങനെയൊക്കെ സമയം മുന്നോട്ട് നീങ്ങി. അതാ 6 മണിയായി. നേരിയ മഞ്ഞുണ്ട്, എങ്കിലും പ്രകാശം പരന്നു തുടങ്ങി. വരൂ ഫാദർ, നമുക്കല്പം ജോലിയുണ്ട്. മാർലോ ശവക്കോട്ടയിലേക്ക് കുതിച്ചു. മടിയോടെ ഫാദർ അവരെ അനുഗമിച്ചു. ഫാദർ, വേഗം. ഇതാണ് സാറയുടെ കല്ലറ. ഫാദർ, ഞങ്ങൾ ഈ കല്ലറ തുറക്കാൻ പോവുകയാണ്. മാർലോ, പറയൂ, അത് അത്യാവശ്യമാണോ? അതെ ഫാദർ, സാറയെ രക്ഷിക്കാൻ ചിലപ്പോൾ അത് ഉപകരിച്ചേക്കും. സൂക്ഷിച്ച്. ആ കാഴ്ച കണ്ട് മാർലോ ഒന്ന് ഞെട്ടി. എന്താണ് ഈ കാണുന്നത്? എന്താണ് ഫാദർ? ആ മുഖം കണ്ടാൽ സാറ മരിച്ചതാണെന്ന് പറയുകയില്ല. ആ കണ്ണുകൾ നമ്മെ തന്നെ നോക്കുന്നത് പോലെ. ഫാദർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇന്നലെ രാത്രി സാറ പുറത്തു വന്നിരുന്നു. നോക്കൂ, അവളുടെ ഉടുപ്പിൻ്റെ താഴെയും കാലുകളിലും ചെളി പുരണ്ടിട്ടുണ്ട്. ദൈവമേ, സത്യമാണല്ലോ. എന്തൊക്കെയാണിത്? ഫാദർ, താങ്കളുടെ വാദങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. താങ്കൾ അവളെ അടക്കം ചെയ്ത ദിവസം ഈ ഉടുപ്പിൽ ചെളി പുരണ്ടിട്ടില്ലെന്ന് ഉറപ്പല്ലേ? ശരിയാണ്, സമ്മതിക്കാതെ വയ്യ മാർലോ. പക്ഷേ ബുദ്ധിക്ക് വിശദീകരിക്കാനാവാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ തള്ളിക്കളയാൻ പലരും ശ്രദ്ധിക്കാറുണ്ട്. ഇത് വിശ്വസിച്ചാൽ പിന്നെ എന്തൊക്കെ വിശ്വസിക്കേണ്ടി വരും? ഒരുപാട് സംഭവങ്ങൾ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ താങ്കൾ എന്നെ സഹായിക്കേണ്ടി വരും. ഞാൻ സഹായിക്കാനോ? എനിക്കിതേപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ പറയരുത് ഫാദർ. ഇക്കാര്യത്തിൽ താങ്കൾക്കിനി ഒഴിഞ്ഞു മാറാനാവില്ല. ഞാൻ എന്തു ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്? താങ്കൾ പട നയിക്കണം. അദൃശ്യരായ ഇരുട്ടിൻ്റെ ശക്തികളോട് താങ്കൾ ഏറ്റുമുട്ടണം. ഞാൻ കൂടെ ഉണ്ടാവും. ദൈവമേ, അതിന് തൻ്റെ ഇടമുള്ള ആളല്ല ഞാൻ. അത്തരം ഭീകരന്മാരോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല താനും. നമുക്കിത് പിന്നീട് സംസാരിക്കാം. ഫാദർ, ആദ്യം ഈ കല്ലറ അടയ്ക്കട്ടെ. ആലോചിക്കൂ ഫാദർ, ഞാൻ വീണ്ടും വരാം. വന്നോളൂ, പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ കൂടുതൽ സഹായിക്കാനാവുമെന്ന് തോന്നുന്നില്ല. ദൈവമേ, ആപത്തൊന്നും വരുത്തരുതേ. പിറ്റേന്ന് രാവിലെ. താങ്കൾ പറഞ്ഞത് ശരിയാണോ? ക്യാപ്റ്റന് ബോധം തെളിഞ്ഞോ? ഉവ്വ് സാർ, താങ്കൾക്ക് സംസാരിക്കാം. വൈകാതെ. ക്യാപ്റ്റൻ, താങ്കൾ സുഖം പ്രാപിച്ചു വരുന്നതിൽ സന്തോഷമുണ്ട്. സംസാരിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇല്ല ഓഫീസർ, എനിക്കറിയാവുന്നതെല്ലാം പറയാം. ക്യാപ്റ്റൻ തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങി. അതെ, ഡ്രാക്കുള എന്ന ഭീകരനാണ് എല്ലാത്തിനും കാരണം. ആ നാശത്തിനെ ഇവിടെ എത്തിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഓഫീസർ, ഞങ്ങൾക്ക് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. പറയൂ ക്യാപ്റ്റൻ. ആദ്യം ഇത്തരം കഥകളെ ഞാൻ തള്ളിക്കളഞ്ഞു. കപ്പലിൽ ആരോ നടത്തുന്ന നാടകമാണെന്ന് കരുതി. പക്ഷെ കാര്യങ്ങൾ നേരിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ഡ്രാക്കുളയുടെ ലക്ഷ്യം ഇവിടെ അവന് കൂടുതൽ അനുയായികളെ ഉണ്ടാക്കി അവൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നതാണ്. അതൊരിക്കലും അനുവദിക്കരുത്. പക്ഷെ എങ്ങനെ? പറയൂ ക്യാപ്റ്റൻ. കാർപ്പാത്യനിൽ നിന്നുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം ഇവനെ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നറിയണം.
അതറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ ശ്രമിക്കാം ക്യാപ്റ്റൻ. നിങ്ങൾ പറഞ്ഞ കഥകൾ അമ്പരപ്പിക്കുന്നതാണ്. ഒരു കാര്യം കൂടി, ഹെൻറിയെ നിങ്ങൾ കണ്ടുപിടിക്കണം. അയാൾ മൂലമാണ് ഇത്രയും വിവരങ്ങൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ പരമാവധി ശ്രമിക്കാം ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ക്ഷീണിതനാണ്, പക്ഷേ ഓർമ്മക്കുറവൊന്നുമില്ല. അസാധാരണമാണ് അദ്ദേഹത്തിൻ്റെ കഥ. ആ പെട്ടികളിലാണ് ഡ്രാക്കുള പ്രഭു ഉറങ്ങുന്നത്. പക്ഷേ ഇവിടെ ആ പെട്ടികൾ എത്തിയിട്ടില്ല എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. ഒരിക്കൽ കൂടി ആ കപ്പൽ പരിശോധിക്കണം. കപ്പലിലെങ്ങും പെട്ടികൾ ഒളിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ക്യാപ്റ്റൻ ആണയിടുന്നു. പിന്നെ ആ പെട്ടി കരയിലെത്തിയതെങ്ങനെ? ദൈവമേ, ഈ കയർ, സാധാരണ കപ്പലിൽ ഇത്തരം കയർ കാണാറില്ല. അതിനർത്ഥം ഈ കയറിൽ കെട്ടിയിട്ടാണ് ആ പെട്ടി കൊണ്ടുവന്നത് വെള്ളത്തിലൂടെ. എന്തോ ഭാരമുള്ള വസ്തു വലിച്ചു കൊണ്ടുപോയത് ഇതായിരിക്കണം. അപ്പോൾ ക്യാപ്റ്റൻ്റെ മുറിയിൽ, ഡോക്ടർ, നല്ല ക്ഷീണമെല്ലാം മൂടാൻ മാറും. ഡോക്ടർ ക്യാപ്റ്റൻ്റെ മേലേക്ക് കുനിഞ്ഞു. ഡോക്ടറുടെ വായിൽ നിന്നും കോമ്പല്ലുകൾ നീണ്ടു. കഴുത്തിലേക്ക് അവ മെല്ലെ ആഴ്ന്നു. നേരം കടന്നുപോയി. ക്യാപ്റ്റൻ കണ്ണു തുറന്നു. ക്യാപ്റ്റൻ അലറി വിളിച്ചു. പെട്ടെന്ന് ആ രൂപം പുകച്ചുരുളുകളായി മാറി. ഓടിവരൂ! പുകച്ചുരുളുകൾ ജനലിലൂടെ പുറത്തേക്ക് പോയി. എന്തു പറ്റി? ഞാൻ എന്തു പറ്റി? സ്വപ്നം കണ്ടോ? അതെ, ഒരു വല്ലാത്ത സ്വപ്നം. എന്തായിരുന്നു അത്? ആ ഡ്രാക്കുള എൻ്റെ കഴുത്തിൽ കടിച്ചെന്ന്. എന്തൊരു തമാശ! പക്ഷേ നിങ്ങളുടെ കഴുത്തിൽ എന്താ രക്തത്തുള്ളികൾ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതെ, കഴുത്തിൽ രക്തമുണ്ടല്ലോ ക്യാപ്റ്റൻ. നോ! ക്യാപ്റ്റൻ, ശാന്തനാകൂ. ഇല്ല, ഇത് ശരിയല്ല. ക്യാപ്റ്റൻ, അരുത്. അതവൻ തന്നെ. അവൻ ഡോക്ടറുടെ വേഷത്തിൽ വന്നു. ആരും മറിഞ്ഞില്ല. ക്യാപ്റ്റൻ, പ്ലീസ്. അവൻ നിങ്ങളുടെ വേഷത്തിൽ വന്നാലോ? ഞാൻ സമ്മതിക്കില്ല. നോക്കൂ, ക്യാപ്റ്റൻ ബോധശൂന്യനായി. സത്യത്തിൽ കഴുത്തിൽ എങ്ങനെയായിരിക്കും രക്തം വന്നത്? കഴുത്ത് പരിശോധിക്കട്ടെ. 2 ചെറിയ മുറിവുകളാണുള്ളത്, പാമ്പ് കടിച്ചതുപോലെ. അത്യന്തം വിചിത്രം തന്നെ. ക്യാപ്റ്റൻ വിളറിയിരിക്കുന്നു. രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ്. എന്താണവിടെ?